പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവരുന്ന പല നിഗൂഢ പദ്ധതികളും നമ്മുടെ ലൈഫിൽ നമ്മളെ ബാധിക്കാതെ ഒഴിഞ്ഞു പോകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത്. 57-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് 57-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ ജീവിതത്തെ തച്ചുടയ്ക്കുന്ന ധാരാളം ആപത്തുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തന്നെ തകർക്കുമെന്ന് തോന്നുമ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ചെന്നൊളിക്കാൻ ദൈവത്തിന്റെ ചിറകിന്റെ നിഴലുണ്ട്. 91-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ നിഗൂഢ പദ്ധതികൾ നമ്മളെ തൊടാതെ ഒഴിഞ്ഞു പോകാൻ നമുക്ക് ചെന്നൊളിക്കാൻ ഒരു അഭയസ്ഥാനമുണ്ട്. പ്രവാചകനായ യെശയ്യാ പ്രവചിക്കുന്ന ഒരു ഭാഗമുണ്ട്, നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. നമുക്ക് വിരോധമായി മനുഷ്യർ എഴുന്നേക്കാം, നമുക്ക് വിരോധമായി പിശാച് എഴുന്നേക്കാം, നമുക്ക് വിരോധമായി എതിർ ശക്തികൾ എഴുന്നേറ്റേക്കാം. പക്ഷേ അവര് കൊണ്ടുവരുന്ന യാതൊരു ആപത്തുകളും വിപത്തുകളും നിനക്ക് ഭവിക്കാതെ അതെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകും. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരു ദൈവ പൈതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവനെതിരെ വരുന്ന എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകും. ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം. ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കും. നിന്റെ കുടുംബത്തിലേക്ക് വന്നതാണ് ആപത്ത്, നിന്റെ സന്തതിയെ തകർക്കാൻ വന്നതാണ് ആപത്ത്, നിന്നെ ദേശത്ത് തച്ചുടച്ച് കളയാൻ പരസ്യ കോലമാക്കാൻ വന്നതാണ് ആപത്ത്. പക്ഷേ ആ ആപത്ത് വന്നപ്പോൾ ചെന്നൊളിക്കാൻ നിനക്കൊരു സ്ഥലമുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിലാണ്. ഓരോ ദൈവ പൈതലും ഓർക്കണം, കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ ചേർത്ത് നിർത്തും പോലെ നിന്നെ സർവശക്തനായ ദൈവം തന്റെ ചിറകിന്റെ നിഴലിൽ നിന്നെ ചേർത്ത് നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് നിനക്കെതിരെ ശത്രു തൊടുത്തുവിട്ട ആപത്തുകളെല്ലാം നിന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ചെന്നൊളിക്കാൻ ഒരു സ്ഥലമുണ്ടെന്നും എത്ര വലിയ ആപത്ത് ഞങ്ങളെ തകർക്കാൻ വന്നാലും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരുന്നോട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിനക്ക് ചെന്നൊളിക്കാൻ ദൈവത്തിന്റെ ചിറകുണ്ട്, അതിന്റെ നിഴലിൽ ചെന്നൊളിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.